പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മോർണിംഗ് ഷോ തുടരുകയാണ്. മോർണിംഗ് ഷോന്റെ അവസാന ഘട്ടത്തിലേക്ക് ഏറ്റവും ആവേശം പകരുന്ന ഒരു സമിറ്റിന് വേദിയാകുന്നു കൊച്ചിയിലെ ലുലു ബോൾഗാട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. വളരെ പ്രതീക്ഷ നൽകുന്ന 3000 സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ സംരംഭകരെ ആകർഷിക്കുന്ന സമിറ്റാണ്. ഉച്ചകോടിയാണ് നടക്കാൻ പോകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എത്തിക്കഴിഞ്ഞു. അതുപോലെ പല അതിഥികളും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേരളം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഈ സമിറ്റിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമ്മുടെ പ്രതിനിധികൾ തയ്യാറാണ്. നമ്മൾ അതിവിപുലമായ കവറേജാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇനി അതിഥികൾ ആരെങ്കിലും എത്താറുണ്ടോ? വ്യവസായ വകുപ്പ് സെക്രട്ടറി ഒക്കെ എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. APM മുഹമ്മദ് അനീഷ് അവിടെ ഉണ്ട്. വിവരങ്ങൾ മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ. SKN, ഇതിൽ പ്രധാനപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. ഇനി മുഴുവൻ ശ്രദ്ധയും ആ വേദിയിലേക്കാണ്. അതായത് വ്യവസായ മന്ത്രി P. രാജീവ് അധ്യക്ഷത വഹിക്കുന്ന ആ സമ്മേളനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശനും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലിയും CII പ്രസിഡന്റും ITC CMDയുമായ സഞ്ജീവ് പുരിയും അദാനി പോർട്ട് CMD കരൺ അദാനിയും ഈ വേദിയിൽ തന്നെ പ്രസംഗിക്കും എന്നുള്ള ഒരു വിവരം കൂടി നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിവിധ ഈ കമ്പനികളുടെ CEOമാർ ഈ വേദിയെ അലങ്കരിക്കും. ഇന്നത്തെ ഈ പരിപാടിയിൽ വേദിയിൽ G20 ഷെർപ്പയും നീതി ആയോഗ് മുൻ CEOയുമായ അമിതാഭ് കാന്ത്, വ്യവസായ പ്രമുഖരായ അദീബ് അഹമ്മദ്, ആസാദ് മൂപ്പൻ, AM ഗോപാലൻ, മുകേഷ് മേത്ത, മാത്യു സോൺടാക്, ശ്രീപ്രിയ ശ്രീനിവാസൻ, രവി പിള്ള, മാത്യു ഉമ്മൻ തുടങ്ങിയവർ ഇന്നത്തെ ഈ വേദിയിൽ, ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ അണിനിരക്കുകയും ചെയ്യും. വ്യവസായ സൗഹൃദ സംസ്ഥാനം, വ്യവസായ സംരംഭങ്ങൾക്ക് കരുത്തേകുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന ഈ അന്താരാഷ്ട്ര ഉച്ചകോടി, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രമുഖരായ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അതോടൊപ്പം നമ്മുടെ വകുപ്പ് തലവന്മാരും വകുപ്പ് മന്ത്രിമാരും അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും വേദിയിലേക്കാണ്, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലേക്കാണ്. തൊട്ടു പിന്നാലെ SKN നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഒരു ബിസിനസ് കോൺക്ലേവിൽ അടക്കം പങ്കെടുത്ത് സംസാരിച്ച മന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിനുതകുന്ന പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ എത്തിയിട്ടുണ്ട്. ആതിഥേയനായ മന്ത്രി P. രാജീവ് ഓരോരുത്തരെയും സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിച്ചു. പ്രതിപക്ഷ നേതാവ് അത് വസ്തുതാപരമല്ല, ഞങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്. അപ്പൊ ഈ സമ്മിറ്റും കുറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനെ വളരെ പോസിറ്റീവായി കാണുന്നു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ നിക്ഷേപകർ വരുമ്പോൾ വിമർശനങ്ങൾ, പ്രത്യേകിച്ചും ട്രേഡ് യൂണിയന്റെ ഭാഗത്തും വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലൊരു വിമർശനങ്ങളൊക്കെയും അതോടൊപ്പം തന്നെ പലരും പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കേരളം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടല്ലേ? അത് വ്യവസായികൾ ട്രേഡ് യൂണിയനുകളെ പോലും അനുവദിക്കാത്ത ഒരു കാലത്ത് കടുത്ത സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യവസായികളും മാറിയിട്ടുണ്ട്. തൊഴിലാളി സംഘടനകൾ വളരെ ക്രിയേറ്റീവായി ഇത്തരം പ്രശ്നങ്ങളെ കാണുന്നുണ്ട് എന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. INTUസിയുടെ എങ്ങനെയാണ് ഈ ഒരു സംഗമത്തെ നോക്കുക? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ കാലത്തും. ഇൻവെസ്റ്റ്മെന്റ് വരുന്നതോടൊപ്പം തന്നെ മനുഷ്യമുഖമുള്ള വികസനവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ അത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ഹാസ് ടു ക്രിയേറ്റ് ദി എംപ്ലോയ്മെന്റ്, ക്വാളിറ്റി എംപ്ലോയ്മെന്റ് ഉണ്ടാക്കണം. നമുക്കൊപ്പം വീണ്ടും ചേരുന്നു ശ്രീകാന്ത്. വിശദാംശങ്ങൾ നൽകാൻ ശ്രീകാന്ത് കൂടി ചേരുന്നു. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാൻ സമയമാകുകയാണ്. ശ്രീകാന്ത്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഏറ്റവും വലിയൊരു സമ്മിറ്റാണ് അവിടെ നടക്കുന്നത്. കേരളം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സമ്മിറ്റിനാണ് ലുലു ബോൾഗാട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ സാക്ഷിയാകുന്നത്. എനിക്ക് തോന്നുന്നത് ഉദ്ഘാടനത്തിന്റെ സമയമാകുന്നു എന്നാണ്. പറയൂ ശ്രീകാന്ത്. പറഞ്ഞതാണ്, ഉദ്ഘാടനത്തിന്റെ സമയമാകുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വേദിയിലേക്ക് എത്തുന്നു. നിലവിൽ നേരത്തെ നിതിൻ അംബുജൻ സംസാരിച്ചത് 2 വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തൊഴിൽ സംഘടനയിലെ നേതാക്കന്മാരാണ്. INTUC നേതാവ് ചന്ദ്രശേഖരനും അതോടൊപ്പം എളമരം കരീം, CITU നേതാവ് എളമരം കരീമും തൊട്ടടുത്തായി തന്നെ ഇരുന്ന് ഈ വികസന ഉച്ചകോടിക്ക് അവരും പങ്കാളികളാകുന്നു. അതായത്
ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ വികസന ഉച്ചകോടിയുടെ ഭാഗമാകാൻ എല്ലാവരും തന്നെ എത്തുന്നു എന്നുള്ളതും ഏറ്റവും നമുക്ക് ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ പകരുന്ന വിഷയം തന്നെയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് സംസ്ഥാനം ഇത്തരത്തിലൊരു വികസന കുതിപ്പിനുതകുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയാകാനും പോകുന്നത്. അതും നമ്മൾ ഇതുവരെ കണ്ട് പരിചയിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. എല്ലാം തന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ കൃത്യമായി തന്നെ മികച്ച ആസൂത്രണത്തോടുകൂടിയുള്ള പരിപാടികൾ നടക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ചുമതലപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അല്പസമയത്തിനകം വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. തുടർന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസാരിക്കും. പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഈ വേദിയെ അഭിസംബോധന ചെയ്യും, ഈ സദസ്സിനെ മുഴുവനായി അഭിസംബോധന ചെയ്യും. ആ ഘട്ടത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്, നേരത്തെ നിതിൻ ഗഡ്കരി നമ്മുടെ തന്നെ ഒരു കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് 20,000 കോടിയുടെ പ്രൊജക്ട് സംസ്ഥാനത്തിന് വേണ്ടി പ്രഖ്യാപിച്ച മന്ത്രി കൂടിയാണ്. അത്തരത്തിൽ സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും കേരളത്തിനായി അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം വേദിയിൽ പരിപാടികൾ ആരംഭിക്കും. SKN ശ്രീകാന്താണ് കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിന്ന് തത്സമയം ചേർന്നത്. ഇപ്പോൾ കാണുന്നത് അതിന്റെ ദൃശ്യമാണ്. ഈ വേദിയിലാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. പ്രധാനപ്പെട്ട അതിഥികളെല്ലാം വേദിയിൽ സന്നിഹിതരാണ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുഖ്യ ആകർഷണമാണ്. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവർക്കും പരിചിതമായ മുഖമാണ് പീയൂഷ് ഗോയലിന്റേത്. ഒരുപക്ഷെ കേരളത്തോട് വളരെ അടുപ്പം കാണിക്കുന്ന കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ പ്രവാസി വ്യവസായികളെല്ലാം എത്തി. കേരളത്തിലെ സംസ്ഥാന ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വ്യവസായികൾ, കല്യാൺ ജുവലേഴ്സ്, അതുപോലെ KG എബ്രഹാം, കുവൈറ്റിൽ നിന്ന് KG എബ്രഹാം, അതുപോലെ MA യൂസഫ് അലി തുടങ്ങിയ പ്രഗത്ഭരായ വ്യവസായികളെല്ലാം തന്നെ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. വേദിയിൽ സമ്പന്നമായ ഒരു വേദിയാണ്. വിദേശ പ്രതിനിധികളൊക്കെ തന്നെ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. P. രാജീവ് അധ്യക്ഷനായ വേദിയാണിത്. പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഒരുപക്ഷെ കേരളം 2 ദിവസത്തെ ഉച്ചകോടിയിലൂടെ പ്രഖ്യാപിക്കുക. കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയ ഒരു സംസ്ഥാനമാണ്. നിക്ഷേപകർക്ക് അനുകൂലമായ സാഹചര്യവും കാലാവസ്ഥയുമാണ്. നിക്ഷേപകന് ഏകജാലക സംവിധാനം പോലെയുള്ള വഴികളിലൂടെ എല്ലാവിധമായ സപ്പോർട്ടും നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും. അതുപോലെ ഡോക്ടർ രവിപിള്ളയും ബഹറിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ചടങ്ങിൽ സന്നിഹിതനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയൊരു വേദിയാണ്. പ്രവാസികളും വ്യവസായ സംരംഭകരും വിദേശ പ്രതിനിധികളും സംസ്ഥാനത്തെ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ വേദിയാണ് ഇപ്പോൾ ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ വലിയ പ്രതീക്ഷയാണ്. കാരണം ഈ കക്ഷി രാഷ്ട്രീയം വികസനത്തിൽ ഇടകലർത്തിയാൽ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ കാലത്തെ അനുഭവം വെച്ച് നമ്മൾ വ്യവസായത്തിന്റെയും വികസനത്തിന്റെയും കാര്യത്തിൽ ഒരുപാട് പിന്നോക്കം പോകുമെന്നുള്ള തിരിച്ചറിവ് കൂടി ഈ സമ്മിറ്റിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ പ്രതീക്ഷയോടെ ഒരുപക്ഷെ ഭാവി കേരളത്തിന്റെ ആധാരശിലപാകുന്നതിൽ പുതിയ സങ്കല്പങ്ങൾ വേണം, മാറ്റത്തിന്റെ പുതിയ ദിശ വേണം, തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, നമ്മുടെ വിദേശ നാടുകളിലേക്ക് ചേക്കേറാതെ നമ്മുടെ ആളുകളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സാഹചര്യം വേണം. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്ന വലിയൊരു സമ്മിറ്റിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. 2 ദിവസമാണ് ഈ സമ്മിറ്റ് നടക്കുക. ഇന്നും നാളെയും കൊച്ചിയിലെ ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ പരിപാടി നടക്കുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്, പരിപാടി തുടങ്ങാൻ എന്താണ് ഇനി താമസം? കാര്യം എല്ലാവരും സന്നിഹിതരായി കഴിഞ്ഞല്ലോ. അധിക താമസമൊന്നുമില്ല. അവർ നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയക്രമത്തിൽ പരിപാടികൾ ആരംഭിക്കും. പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയിൽ വേദിയിലിരിക്കേണ്ടവർ, സദസ്സിലിരിക്കേണ്ടവർ, അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിലേക്ക് ഇതിനോടകം തന്നെ SKN വന്നിട്ടുണ്ട്. SKN, ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സംസാരിക്കാൻ പോകുന്ന പ്രത്യേകം ശ്രദ്ധ നൽകുന്ന മേഖലകൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. AI ആൻഡ് റോബോട്ടിക്സ്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, ലോജിസ്റ്റിക്സ്, മാരിടൈം ആൻഡ് പാക്കേജിംഗ്, ഫാർമ, മെഡിക്കൽ ഉപകരണങ്ങൾ, ബയോടെക്, പുനരുപയോഗ ഊർജം, ആയുർവേദം, ഫുഡ് ടെക്,
അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത റബ്ബർ ഉൽപ്പന്നങ്ങൾ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, മാലിന്യ സംസ്കരണം നിയന്ത്രണം തുടങ്ങിയവയാണ് ഈ ഇൻവെസ്റ്റ് കേരളയിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്ന മേഖലകൾ. എസ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വികസന സാധ്യതകളുള്ളതും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നതുമായ മേഖലകളാണ്. പക്ഷേ സാധ്യതകൾ അനന്തവുമാണ്. അതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. MLA-മാർ അടക്കമുള്ളവർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിശ്ചയിച്ച ഒരു സമയക്രമമുണ്ട്. ആ സമയക്രമത്തിലായിരിക്കും ഈ പരിപാടി തുടങ്ങാൻ പോകുന്നത്. എസ് മറ്റൊരു കാര്യം, ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ അവർക്ക് ഈ മേഖലകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മേഖലകളിലൊക്കെ തന്നെ എക്സ്പെർട്ടൈസ് വളരെ നന്നായുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വരുന്നത്. അവരവരുടെ ആശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കും, അവരുടെ എക്സ്പെർട്ടൈസ് പരസ്പരം ഷെയർ ചെയ്യും എന്നുള്ളതും ഈ നടക്കാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ജർമ്മനി, വിയറ്റ്നാം, നോർവേ, ഓസ്ട്രേലിയ, മലേഷ്യ, ഫ്രാൻസ് എന്നീ 6 രാജ്യങ്ങൾ ഇൻവെസ്റ്റ് കേരളയുടെ കൺട്രി പങ്കാളികളാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നമ്മുടെ ഈ മീറ്റിംഗിൽ, ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൽ നടക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 3 വർഷത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് സംസ്ഥാനത്തിന്റെ ഈ വികസന സാധ്യതകൾ ആഗോള നിക്ഷേപ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ മീറ്റ്, ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ സംസ്ഥാനം ഒരു വികസന കുതിപ്പിന് തുടക്കമിടാൻ പോകുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകാൻ പോകുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ ഇതിനെ കാണാം. നിശ്ചയിക്കപ്പെട്ട ആ സമയത്ത് തന്നെ പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കും. പ്രതിനിധികൾ എത്തിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രതിനിധികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി വേദിയിലേക്കാണ് മുഴുവൻ കണ്ണുകളും. സമഗ്രമായ വിവരണം, സമഗ്രമായ കവറേജ് ഉറപ്പാക്കിയിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമ്മിറ്റ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യപ്പെടും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ. ഇതോടെ ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിക്കുന്നു. സമ്മിറ്റിന്റെ കൂടുതൽ വാർത്തകളുമായി ബ്രേക്കിംഗ് വിത്ത് ഹാഷ്മി ആരംഭിക്കുന്നു. ഇനി നമ്മൾ കാണുക ഇന്ന് രാത്രി 8:30 പ്രൈം ടൈം വിത്ത് SK എന്ന പരിപാടി. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം. ഒരു നല്ല സമ്മിറ്റ് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ. കേരളത്തിന്റെ വ്യവസായ കുതിപ്പിന് പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി IKGS കൊച്ചി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമാകാൻ പോകുന്നു അല്പസമയത്തിനകം. 3000 പ്രതിനിധികൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കുറേയധികം രാജ്യങ്ങൾ, കുറേയധികം വിദേശ പ്രതിനിധികൾ. അങ്ങനെ സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് ഒരു പുതിയ നാന്ദിയാകും എന്താണ് ഈ പറയുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ്, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിതിൻ ഗഡ്കരി ഓൺലൈനായി പങ്കെടുക്കുന്നു. പീയൂഷ് ഗോയൽ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്രമന്ത്രിമാർ, വിദേശ പ്രതിനിധികൾ അടക്കം കുറേയധികം പ്രതീക്ഷാ നിർഭരമായ ഒരുപാട് നിക്ഷേപം നമ്മൾ ചീഫ് സെക്രട്ടറി സംസാരിക്കുകയാണ്. 6 വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് ഇതിലുള്ളത്. ജർമ്മനി, വിയറ്റ്നാം, നോർവേ, ഓസ്ട്രേലിയ, മലേഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സമ്മേളനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഓരോ രാജ്യത്തിന്റെ പ്രതിനിധികളുടെ അവതരണവും ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്നു. വിദേശ പ്രതിനിധികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. and robotics, aerospace and defense, logistics, maritime and packaging, ഫാർമ, മെഡിക്കൽ ഉപകരണങ്ങൾ, ബയോടെക്, പുനരുപയോഗ ഊർജ്ജം, ആയുർവേദം, ഫുഡ്ടെക്, മൂല്യവർദ്ധിത റബ്ബർ ഉൽപ്പന്നങ്ങൾ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, മാലിന്യ സംസ്കരണം അടക്കം ഉച്ചകോടി പ്രത്യേക ശ്രദ്ധ നൽകുന്ന മേഖലകൾ. And associations who have joined us for the summit, including 200 delegates from over 200 countries. We actually had 5,000 registrations and had to close because of the numbers got to be overwhelming. Thank you for joining us and welcome to Invest Kerala Summit. A special welcome to Sri M.A. Yusuf Ali, Vice Chairman of Norca Roots, Sri Karan Adani, MD Adani Ports and Fairs Limited, Sri Sanjeev Puri, President CII and CMD ITC. Also, I would like to mention the presence of Sri Amitabh Kant, the G20 Sherpa and former CEO Niti Aayog, Sri P.V. Abdul Wahab, Sri Adib Ahmed, Ms. Ansuya Ray, Sri Anil Ganju, Dr. Azad Mupen, Sri Jean Mane, Sri T.S. Kalyanaraman, Sri Martin Sontag, Sri Matthew Uman, Sri Mohiuddin Muhammad Ali, Sri M.M. Murugappan, Sri Ravi Pillai, Sri Shashikumar Sridharan, Ms. Sri Priya Srinivasan, Sri Vineet Verma. Also, on this occasion, I would like to acknowledge officers of the Industries Department and KSIDC led by Sri Mohammad Hanish, the Principal Secretary Industries,
who, for the months of midnight oil that has been spent to make the summit come alive the way it has. And also to our sponsors for supporting us so well to carry this event forward. Once again, a very warm welcome to all our esteemed guests and delegates, and here's hoping that the Invest Kerala Global Summit will live up to your expectations and more. Thank you. Thank you, Srimati Sharada Muralidharan, for the warm welcome you accorded to everyone present here. It's now time for the presidential address by the Honorable Minister for Industries, Law and Coir, Shri P. Rajeev. Honorable Chief Minister of Kerala, Sri Pinarayi Vijayan, Honorable Minister for Industries and Commerce, Sri Piyush Goyal ji, thank you for adjusting your meeting with the foreign delegation and take that much pain for coming here for this event. Before you landing Kochi, Kerala, we have implemented 100% reforms of the 2024 BARP. And Honorable Minister Sri Jain Chaudhary, my friend, the Minister, Union Minister of State, Independent Charge, Skill Development and Entrepreneurship, and His Excellency Abdullah bin Ajmai, the Minister of Economy, UAE. We met him in his office at UAE. I still remember the hospitality he has extended to the Kerala delegation. And also His Excellency Abdullah bin Adel Fakero, we met at Davos, the Minister of Industries and Commerce, Kingdom of Bahrain, and respected Honorable Leader of Opposition, Sri V.D. Sadishan, Sri A.M. Yusuf Ali, and Sri Sanjeev Puri, and Mr. Karan Adani, and other dignitaries on and off the dais, and diplomats from different countries, investor delegates, speakers, and my dear friends. I consider this is a historical moment for the state of Kerala.